അല്ലാഹുവേ, റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ പടച്ചവനെ, ഞങ്ങളുടെ മജ്‌ലിസിലൊക്കെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, സന്തോഷം നിലനിർത്തണേ അല്ലാഹ്, മുസീബത്തുകളും ആപത്തുകൾ ഞങ്ങൾ നീ തട്ടി നീക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വപ്നം നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്നതിനെ കുറിച്ചും യൂസുഫ് നബി കണ്ട സ്വപ്നത്തെ കുറിച്ചും ഒക്കെ അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ആ സ്വപ്നം ഏത് സമയത്ത് കണ്ടാലാണ് ആ സ്വപ്നം സത്യമാകുന്നത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, നമ്മൾ ദുസ്വപ്നങ്ങൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ കാണുന്ന സ്വപ്നം ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല അല്ലാഹ് നാം ദുആ ചെയ്യുകയും അതുപോലെ എന്റെ പ്രിയപ്പെട്ട മോമിനികളെ എന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്യുകയും ചെയ്യുക, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖകൾ കൊണ്ട്, എന്താണ്, നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ട് 70ഓളം വിപത്തുകൾ അല്ലാഹു തട്ടി നീക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ സ്വപ്നങ്ങൾ, ആ സ്വപ്ന വ്യാഖ്യാനങ്ങൾ, ആ സ്വപ്നങ്ങൾ പലതും സത്യമാണ്. അതിന്റെ വ്യാഖ്യാനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലാഹുവിന്റെ മഹത്തായ ഒരു നാമത്തെ കുറിച്ചാണ്. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്ക് അത് വലിയ മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നാമം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എത്ര ശക്തമായ ദുഃഖവും പ്രയാസവും നീങ്ങി പോകുന്നതാണ്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്ക് വലിയ മഹത്വങ്ങളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു നാമമാണ് നമ്മൾ ആ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയ്ക്ക് വലിയ മഹത്വങ്ങളുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന രീതിക്ക് നിങ്ങളത് ചൊല്ലിയാൽ എത്ര ശക്തമായ ദുഃഖവും പ്രയാസവും അല്ലാഹു മാറ്റിക്കളയുന്നതാണ്. ഇനി വല്ല സംഗതിയും സ്വപ്നത്തിൽ, അതായത് ഭാവി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അറിയണമെങ്കിൽ ഒതുവെടുത്ത് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് ഉറക്കം വരുന്നത് വരെ ഈ ഇസ്മിനെ ഒരാൾ ചൊല്ലിയാൽ, എന്നിട്ട് ഉറക്കം വരുമ്പോൾ അവിടെ കിടന്നുറങ്ങിയാൽ അവൻ അറിയാൻ ആഗ്രഹിച്ച ആ കാര്യം സ്വപ്നത്തിലൂടെ അറിയിച്ച് അതിന്റെ പ്രതിവിധിയും അറിയിച്ചു തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിന്റെ മഹത്വം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ കണ്ടോ? മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഇനി ഒരാൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയാനുണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുക? ഇഖ്ലാസോടെ, തഖ്വയോടെ, വുളു എടുത്തുകൊണ്ട് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് ഉറക്കം വരുന്നത് വരെ ഈ ഇസ്മിനെ ഒരാൾ ചൊല്ലിയാൽ, എന്നിട്ട് ഉറക്കം വരുമ്പോൾ അവിടെ കിടന്നുറങ്ങിയാൽ അവൻ അറിയാൻ ആഗ്രഹിച്ച ആ കാര്യം അല്ലാഹു സ്വപ്നത്തിലൂടെ അവൻ അറിയിച്ചു, അതിന്റെ പ്രതിവിധിയും അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതാണ്. ഔലിയാക്കളുടെയും മലക്കുകളുടെയും സാന്നിധ്യമല്ലേ ആ അസ്മാഉകൾ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്നത്? അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു. അതുപോലെ ഔലിയാക്കളുടെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു. സാന്നിധ്യം, മലക്കുകളുടെ സാന്നിധ്യം, ഔലിയാക്കളുടെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ, അല്ലേ? നമ്മൾ അല്ലാഹുവിന്റെ നാമങ്ങൾ പരിശുദ്ധ ഖുർആനും സലാത്തും ഒക്കെ ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ്? മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. പരദൂഷണം പറയുമ്പോൾ, മറ്റൊരാളെ പള്ളു വിളിക്കുമ്പോൾ, ചീത്ത വിളിക്കുമ്പോഴൊക്കെ മലക്കുകൾ അകന്നു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം വലിയ മഹത്വമുള്ള നാമമാണ്. ഒരാൾക്ക് ശക്തമായ ദുഃഖമുണ്ടാകുമ്പോൾ ഈ ഇസ്മിനെ 1000 വട്ടമോ 70,000 വട്ടമോ ഒരാൾക്ക് ശക്തമായ ദുഃഖമുണ്ടാകുമ്പോൾ ഈ പറയാൻ പോകുന്ന മഹത്തായ അല്ലാഹുവിന്റെ ഈ ഒരു നാമത്തെ, 99 നാമത്തിൽ നിന്ന് ഒരു നാമത്തെ ഒരാൾ 1000 വട്ടമോ അല്ലെങ്കിൽ 70,000 വട്ടമോ, രണ്ടഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെല്ലാം. കഴിയുമെങ്കിൽ 70,000 ചൊല്ലിക്കോളൂ. എന്നാൽ എത്ര ശക്തിയുള്ള അടിയുറച്ച ദുഃഖവും, എത്ര ശക്തിയുള്ള അടിയുറച്ച ദുഃഖമായാലും അതിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നത്, ഈ ഇസ്മിനെ 1000 വട്ടമോ 70,000 വട്ടമോ നമുക്കൊരാപത്തോ ഒരു മുസീബത്ത് വന്നാൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്താൽ വലിയ വിജയം ഉണ്ടാകുന്നതാണ്. അപ്പോൾ മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മഹത്വമേറിയ അല്ലാഹുവിന്റെ നാമങ്ങൾ
ഇതൊരാൾ 70,000 വട്ടമോ 1000 വട്ടമോ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ എത്ര വലിയ ദുഃഖമാണെങ്കിലും പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഭാവി കാര്യം കിനാവിൽ അറിയണമെങ്കിൽ ഒന്നോടുകൂടി കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് ഉറക്കം വരുന്നത് വരെ ചൊല്ലിയാൽ, അങ്ങനെ ഉറക്കം വരുന്നത് വരെ ചൊല്ലിയാൽ ഭാവി കാര്യം കിനാവിൽ അറിയാം. അതിനുള്ള പ്രതിവിധി അല്ലാഹു ഉറക്കത്തിൽ തന്നെ പറഞ്ഞ് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഈ ഇസ്മ ഏതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം ഏതാണ് നമുക്ക് നോക്കാം. ഈ ഇസ്മ ഏതാണ്? അസ്മാഉൽ ഹുസ്നയിലെ 96-ാമത്തെ ഇസ്മാണ്. 86 ഇതിന്റെ അതത്. 86 ഇതിന്റെ അതത്. ഇതിന്റെ കാവൽക്കാരനായി നമ്മെ സഹായിക്കുന്ന മലക്ക് ഹനിയായിൽ എന്നാണ്. ഹനിയായിൽ എന്ന മലക്കാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം മഹത്തുക്കളായ ആലിമീങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചൊല്ലുക എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഒരാൾ കാണാതെ പഠിച്ച് ചൊല്ലുകയും അയാൾ കാണാതെ പഠിക്കുകയും ചൊല്ലുകയും ചെയ്തു വന്നാൽ അല്ലാഹുവിന് സ്വർഗ്ഗം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന് നൽകുന്ന പുണ്യം എന്താണ്? സ്വർഗ്ഗമാണ് അല്ലാഹുവിന് നൽകുന്നത്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നിസ്സാരമായ കാര്യമല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഇസ്മ നിങ്ങൾ ചൊല്ലണം. നമുക്ക് നോക്കാം ഏതാണ് അല്ലാഹുവിന്റെ 99 നാമങ്ങളിലെ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം ഏതാണ് നമുക്ക് നോക്കാം. യാ ബദീഉ യാ അല്ലാഹ്, 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 യാ ബദീഉ യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഈ മഹത്തായ നാമമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ ആലിമീങ്ങൾ ഇതിന്റെ മഹത്വമാണ് വേണ്ടി നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഇസ്മ ഇതിന്റെ പവിത്രതയോടുകൂടെ നിങ്ങളൊന്ന് ചൊല്ലിയാൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹുവേ, ഇതെല്ലാം ചൊല്ലാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപ്പോൾ ഈ ഇസ്മിന്റെ അർത്ഥം എന്താണ്? യാ ബദീഉ യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ് എന്ന ഈ മഹത്താക്കപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഈ നാമത്തിന്റെ ഇതിന്റെ അർത്ഥം എന്താണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അഥവാ ഇല്ലായ്മയിൽ നിന്ന് പടയ്ക്കുന്നവനെ, യാ ബദീഉ യാ അല്ലാഹ്, ഇല്ലായ്മയിൽ നിന്ന് പടയ്ക്കുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു ഇതൊക്കെ വേണ്ടതുപോലെ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്കാറുകൾ നമ്മൾ ചൊല്ലണം, അല്ലേ? ഇപ്പോൾ ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അല്ലാഹു ഐശ്വര്യങ്ങളും സമ്പത്തുകളും അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് ധാരാളം നൽകുമാറാകട്ടെ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്ക് വലിയ മഹത്വമുള്ളതാണ്. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ആമീൻ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം നിങ്ങൾ ചൊല്ലുക. അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا ربنا كما ربنا صغارا وارحمنا يا الله. പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതുമെല്ലാം ഒരു സാലിഹാക്കണേ അല്ലാഹ്. നിന്റെ 99 നാമങ്ങളുടെ മഹത്വങ്ങളാണ് റബ്ബേ ഈ പറഞ്ഞത്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞത് കേട്ടതുമെല്ലാം ഇതിന്റെ മിഥില സവാബ് റബ്ബേ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോകണം കബറിലെത്തിക്കണേ അല്ലാഹ്. അവിടെ കബറിടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും ഉയർച്ച നൽകണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളുണ്ട് റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിക്ഷയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.
ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ അല്ലാഹുവേ നീ ജോലി നൽകണേ അല്ലാഹ്. അതുപോലെ റബ്ബേ ഭവനങ്ങളില്ലാത്തവരാണ് റബ്ബേ ഞങ്ങൾ പലരും ഞങ്ങൾക്ക് നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങൾ സാലിഹീങ്ങളായ ഇണകളെ കാത്തു നിൽക്കുന്ന റബ്ബേ അവരിലേക്കെല്ലാം നീ സാലിഹീങ്ങളായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് റബ്ബേ മക്കളുടെ വിവാഹത്തിന് വേണ്ടി റബ്ബേ അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുടെ റബ്ബേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ആരെയും കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. എത്രയോ മുഅ്മിനീങ്ങൾക്ക് മക്കളില്ലാത്തവരുടെ പടച്ചവനെ അവരിലേക്കെല്ലാം നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. എത്രയോ പേർ റബ്ബേ നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് മക്കളില്ലെന്ന് റബ്ബേ. കാരുണ്യവാനായ റബ്ബേ എത്രയോ ദമ്പതിമാരുണ്ട് അവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹുവേ അവരുടെ കച്ചവടത്തിന് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അല്ലാഹുവേ ഞങ്ങളുടെ വാഹനങ്ങൾ പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ റഹ്മാനായ റബ്ബേ കാരുണ്യവാനായ അല്ലാഹ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സാലിഹീങ്ങൾ സാലിഹാത്തുകൾ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ പടച്ചവനെ അവർക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നിലനിർത്തണേ അല്ലാഹ്. നിലനിർത്തണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് അവരെയും നിങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന സന്താനങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം ഹാർട്ട് ബ്രെയിൻ ട്യൂമർ കുഷ്ഠം ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ അല്ലാഹ്. നീ തന്ന വലിയ സമ്പത്താണ് ഞങ്ങളുടെ മക്കൾ. അവരിൽ പലരും രോഗികളാണ്. അവരുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ്. സർവ്വ മുസീബത്തുകളെ തൊട്ടും ആപത്തുകളെ തൊട്ടും ഇടങ്ങേറുകളെ തൊട്ടും അവരെ ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ഈ മജ്‌ലിസിലുള്ള എത്രയോ മുഅ്മിനീങ്ങളുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന റബ്ബേ അവരുടെ സമ്പത്തിലും ഐശ്വര്യം നൽകണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ നീ എല്ലാ മേഖലകളിലും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളാണ് അല്ലാഹു. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.